അസ്സലാമു അലൈക്കും. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതെൻ്റെ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. ഇന്ന് കൊഞ്ച് തീയലാണ് വയ്ക്കുന്നത്. കൊഞ്ച് 100 രൂപയ്ക്ക് മേടിച്ച കൊഞ്ചാണ്. അതിൻ്റെ കൂട്ട് പറയാം. ഉള്ളി, കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, മുരിങ്ങയ്ക്ക, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. പിന്നെ ഇത് സാലഡിനുള്ളതാണ്. സവാള, തക്കാളി, ക്യാരറ്റ്, പച്ചമുളക്, കരിയാപ്പില. ഇത് മുരിങ്ങയ്ക്ക തോരൻ വെക്കാനുള്ളതാണ്. ഉള്ളി, കരിയാപ്പില, മുരിങ്ങയ്ക്ക. പിന്നെ ഇതിൻ്റെ കൂട്ടാണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. പിന്നെ പെരിഞ്ജീരകം, ഉലുവ, വെളിച്ചെണ്ണ. ഇനി ഇതിനകത്ത് തേങ്ങ ഇട്ട് വറുക്കും. തേങ്ങ വറുക്കുകയാണ്. ഇതിനകത്ത് പിന്നെ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്, ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ മുരിങ്ങയ്ക്കയും ഉള്ളിയും വേവുന്നു. തീ കുറച്ച് വെച്ചേക്കുക. ഈ പാത്രം കണ്ട ആരും ഞെട്ടണ്ട. ഇത് ഉമ്മ തേച്ച് പരുവാക്കിയതാട്ടോ. സ്റ്റീലിട്ട് തേച്ച് മൂത്ത് വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും. ദൂരെ കണ്ണാടിപ്പുഴ കളകൾ മുഴുകി പോകുമ്പോൾ ലീലി നീത്തനി നാടൻ പാവാട പെണ്ണേ, കാതിൽ കരകില കൂട്ടും ലോലാക്കുഞ്ചെറു താളത്തിൽ ശീലം മൂളി നടക്കും തൊട്ടാൽ വാടിപ്പൂമുത്ത് നീലക്കന്താമരയാലി വല്ലാത്തൊരു നോട്ടമെറിഞ്ഞ് നീ ഉള്ളിൽ അറബനമുട്ടിൽ പാടി രസിക്കുമ്പോൾ ദൂരെ കണ്ണാടിപ്പുഴ കളകൾ മുഴുകിപ്പോകുമ്പോൾ നീ തന്നാടൻ പാവാട പെണ്ണ്. എനിക്കിന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് 16 ദിവസമായതേ ഉള്ളൂ. ഞാൻ ഈ ജോലി എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കയ്യിൽ വെളിയിൽ നിന്നൊരു ഊണ് മേടിക്കാൻ കാശില്ല. സത്യം. ഞാൻ കഴിഞ്ഞ 4-5 ദിവസം കൊണ്ട് വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന. വെയ്യെങ്കിലും നമ്മൾ ചെയ്തല്ലേ പറ്റൂ. നമ്മുടെ വീട്ടിൽ വേറെ ആരുമില്ല. ഞാൻ ഉമ്മായി മാത്രമേ ഉള്ളൂ. ഉമ്മ പ്രായം ചെന്ന ഉമ്മ വലിയമ്മയുടെ വീട്ടിൽ പോകും. അവരെ കൊണ്ടാണ് നമ്മൾ കഴിയുന്നത്. അത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഊണ് മേടിക്കണമെങ്കിൽ 120 രൂപ വേണം. ഇപ്പം 70 രൂപയിൽ കിടന്ന ഊണിപ്പം 120 രൂപയായി. അന്നേരം ആ 120 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇന്നലെ അങ്ങനെ പറഞ്ഞ് വലിയമ്മയുടെ വീട്ടിൽ നിന്ന് സാധനമൊക്കെ മേടിച്ചു കൊടുത്ത് വിട്ടായിരുന്നു. മലക്കറിയും അവിടെ കൊഞ്ച് മേടിച്ചതിൽ കുറച്ച് കൊഞ്ച് കൊടുത്ത് വിട്ടതാട്ടോ ഞങ്ങളെ കൊച്ച്. ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്പം ഇവിടെ പാചകം ചെയ്യാമെന്ന്. ആദ്യമൊക്കെ ഇട്ട വീഡിയോ ഞാൻ ഓപ്പറേഷത്തിന് മുമ്പ് എടുത്തിട്ടിരുന്ന വീഡിയോ ആയിരുന്നു. ഇത് ഇന്നെടുക്കുന്ന വീഡിയോ ഇന്ന് വെള്ളിയാഴ്ചത്തത് തന്നെയാണ്. രാവിലെ പാചകം ചെയ്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ നമ്മൾ ഇന്ന് ഹോട്ടലിൽ നിന്ന് മേടിക്കുന്നത് ശരിയുള്ള കാര്യമല്ലല്ലോ. നമ്മുടെ അസുഖം നമ്മളറിഞ്ഞാൽ മതിയല്ലോ. വേദനയുണ്ട്. തയ്യലൊക്കെ എടുത്തതിന് ശേഷം വേദനയുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾക്ക് ചോറ് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഈ കൈയിട്ട് അനക്കുന്നതുകൊണ്ട് എനിക്ക് വേദന എടുക്കുന്നുണ്ട്. ഇതാകുമ്പോൾ 2 ദിവസം എടുക്കാം. കറി വെച്ചാലേ തീയൽ വെച്ചാൽ 2 ദിവസം എടുക്കാം. എനിക്ക് പക്ഷേ തീയൽ വേണമെന്നില്ല. ഞാൻ മുരിങ്ങയ്ക്ക തോരനുണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാൻ അത് മാത്രം മതി. അച്ചാറും രാവിലെ ഉമ്മ പോകുന്നതിന് മുമ്പ് ചോറ് വെച്ചിട്ട് പോയി. അത് ഞാൻ ഇനിയിപ്പോൾ അപ്പുറത്ത് താത്തായെ വിളിച്ച് ഊറ്റിക്കും. വെയിറ്റ് വെക്കത്തില്ല. വെയിറ്റ് വെക്കാൻ ശരിയാകത്തില്ല. തേങ്ങ മൂത്ത് വരുന്നു.
ഇതിനുള്ള അരപ്പരയ്ക്കണം. നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു അധ്വാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒരാളെ നിർത്തിയൊക്കെ ചെയ്യും. പക്ഷേ നമുക്ക് അതിനുള്ള കാശൊന്നുമില്ല. വല്ലവരും 10,000 രൂപ തരുന്നതുകൊണ്ടാണ് വാടക കൊടുക്കുന്നതും ഈ വീട്ടിലെ ചിലവും നടത്തുന്ന. കഴിഞ്ഞ മാസം വാടക കൊടുത്തില്ല, ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് അതിനങ്ങ് എടുത്ത് കാശ്. ഈ മാസം 2 മാസത്തെ പൈസ കൊടുക്കണം. ഈ മാസം തരുന്ന പൈസയുടെ ബാക്കിയും കൂടെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. ഒപ്പിച്ചിട്ട് വാടക കൊടുക്കും. പിന്നെ തേങ്ങ മൂത്ത് നല്ലവണ്ണമൊക്കെ മൂത്തില്ല. അത് ഇടയ്ക്ക് തേങ്ങ തിരുവി തന്നത് അപ്പുറത്തെ കൊച്ചാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നമ്മളാകുമ്പോൾ കൊച്ചായിട്ട് തിരകും. ഇത് അതിനൊന്നും അറിയത്തില്ല. അത് വിളിച്ചപ്പോൾ തുടങ്ങി വന്ന് തിരുവി തന്നില്ലേ, അതിന് നമുക്കതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോഴേ നമ്മളത് കുറ്റം പറയുന്നത് ശരിയാണോ? അവൾ 2 തേങ്ങ തിരികെ തന്നിട്ട് പറഞ്ഞ് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കി, പിന്നത്തെ പാചകത്തിനൊക്കെ എടുക്കാമല്ലോ എന്ന്. ചപ്പാത്തി മേടിച്ച് വെച്ചിട്ടുണ്ട്. ചപ്പാത്തിയും തീയലുമായിട്ട് കഴിക്കാം. തേങ്ങ മൂത്തു. ഇതിൻ്റെ വെള്ളവും കൂടെ പറ്റിയാൽ അതിനകത്ത് അരപ്പരച്ചിടണം. എനിക്ക് വെന്ത് കിടക്കുക. തേങ്ങ വറുത്ത് ഇത് മാറ്റിയതേ അതിൻ്റെ ചൂടുകൊണ്ട് വീണ്ടും കരിയുമില്ല, അതുകൊണ്ട് ഇത് മാറ്റി വെച്ചാണ്. പിന്നെ മുരിങ്ങയ്ക്ക തോരൻ അരപ്പിട്ട് വെച്ച് ഇനി അത് തോർത്തിയെടുക്കണം. തീയലിന് ചട്ടി വെച്ച് ഒരു ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും, ഒരു ശകലം ഒഴിച്ചിട്ടൊന്ന് എണ്ണ താളിച്ചൊഴിക്കേണ്ടതല്ലേ. പിന്നെ ഇതാ തോരൻ റെഡിയായി. മുരിങ്ങയ്ക്ക തോരൻ കൊച്ചുള്ളിയും പിന്നെ മുരിങ്ങയ്ക്കയും കൂടി ഇട്ട് വേവിച്ച്, അത് കഴിഞ്ഞിട്ട് ഒരു കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക്, ചുമന്ന ഉള്ളിയും കൂടെ മഞ്ഞൾപ്പൊടിയായിട്ട് അരച്ചിട്ടതാട്ടോ. ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിക്കുക, തോനെ വേണ്ട, അത് മതി. അങ്ങനെ താളിച്ചൊഴിക്കും. ചട്ടിക്ക് എന്തോ പറ്റുന്നുണ്ട്, പുതിയ ചട്ടിയാണ്. വെള്ളം ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കും കേട്ടോ. കൊച്ചുള്ളി, കിഴങ്ങ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പിന്നെ ഇടുന്നുള്ളൂ. ഒരു കിഴങ്ങ്, 10-20 ഉള്ളിയുണ്ട്, ചുമന്നുള്ളി. ഇത് വലിയ ഉള്ളിയാണ് കേട്ടോ. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ട് പോയതാ, കഴിച്ചില്ല ഞാൻ. ഏത്തക്കായും പുഴുങ്ങി തന്നിട്ട് പോയതാണ്. ഞാൻ ഇതുവരെ എടുത്തൊന്നും കഴിച്ചില്ല. പല്ല് തേച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് നിൽക്കുകയാണ്. നല്ല കണക്ക് വഴുതണ്ട കേട്ടോ. ഇനി വെള്ളം ഒഴിക്കണം. ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് ഇനി കൊഞ്ചിടുക. അവിടെ നിന്ന് 5-6 കൊഞ്ച് കൊടുത്തു വിട്ടതാണ്. എന്നാലും ഞാൻ വിചാരിച്ച തീയലാകുമ്പോഴേ
2-3 ദിവസം എടുക്കാം ചൂടാക്കി ഇത് നാര് പോകുന്നില്ല, വലിയ നാരായിരുന്നു കുഞ്ഞിൻ്റെ. കൊഞ്ച് തീയിലിട്ട ഉടനെ കയറി വെള്ളത്തിനകത്തിട്ട ഉടനെ ചുമക്കും കേട്ടോ. ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം അരപ്പൊഴിക്കും. പിന്നെ കൊഞ്ചും മുരിങ്ങ കിഴങ്ങൊക്കെ വെന്ത് ഇനി ഇതിനകത്ത് അരപ്പൊഴിക്കണം. അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിക്കുക. തക്കാളിയും പച്ചമുളകും ഇടുക. ഒരു ശകലം വെള്ളവും കൂടി ഒഴിക്കത്തുള്ളൂ, തോനെ വേണ്ട. അങ്ങനെ തേങ്ങ വറുത്തരച്ച കറിയുമായി. തേങ്ങ വറുത്തരച്ചെന്ന് പറഞ്ഞാൽ തീയലാട്ടോ. ഞാൻ ചോദിക്കും ഈ വെള്ളവും കൂടെ ഒഴിക്കുക. ഈ വെള്ളമായാൽ ശരിയാകത്തില്ല. പിഴിപുള്ളിയാണ് ചേർത്തത് കേട്ടോ. ഇതിനെ ഒന്നും കൂടെ വറ്റിയെടുക്കും. ഇത്രയും കട്ടിയുണ്ട്. ചായ ഇട്ട് ഇനി ചപ്പാത്തി ചുടണം. അങ്ങനെ തീയൽ റെഡിയായി. കൈ പൊള്ളുന്നു. കറിക്കകത്ത് ഭയങ്കര തിളപ്പാണ് കണ്ടോ. എന്നാലും ഇച്ചിരിയും കൂടെ പറ്റാനുണ്ട്. കഴിഞ്ഞതിന് ശേഷം താളിച്ച് ഇതിനകത്ത് ഒഴിക്കണം. എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുത്തുള്ളൂ കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ കൊച്ച് തേങ്ങ ഇരുവാൻ വന്നെന്ന് പറഞ്ഞില്ലേ. എനിക്ക് ആ കൊച്ചിൻ്റെ ഇവിടുത്തെ മുറ്റം ആഴ്ച ഒരു ദിവസം അണ്ണാച്ചി വന്ന് തൂക്കും. അത് ഒഴിച്ചൊരു ദിവസമേ ഉള്ളൂ. പക്ഷേ എന്നാലും പിന്നെ ആകുമ്പോൾ ഈ കുഴിച്ചിൽ കുത്തും. തേങ്ങ ഇരി തീർന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, ഇത്താ ഞാൻ തൂത്തും കൂടെ തന്നിട്ട് പോവാമെന്നും പറഞ്ഞാൽ എൻ്റെ ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി തന്നെ. എന്നിട്ട് പറഞ്ഞു ഞാൻ ട്യൂഷന് പോയിട്ട് വൈകിട്ട് വന്ന് മുമ്പശവും കൂടെ തൂത്ത് തരാമെന്ന്. ക്ലിയറാക്കി തന്നെ. നല്ലൊരു കുഞ്ഞാണ് കേട്ടോ അവൾ. നല്ല സ്വഭാവമാണ് അവൾക്ക്. നല്ലൊരു കുഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ്. നമ്മളോട് സഹകരിക്കാൻ പറ്റിയ കൊച്ചാണ്. അങ്ങനെ വേണം മക്കളായ. അങ്ങനെ എൻ്റെ കറി ശരിയായി. കൊഞ്ച് തീയൽ, മുരിങ്ങ ഉള്ളിയും കൂടി ഇട്ട തോരൻ, പിന്നെ സാലാഡ്, പിന്നെ രാവിലത്തേക്കുള്ള കാപ്പി, ചപ്പാത്തി, ചായ. ഇതിത്രയാണ് ഇന്നത്തെ എൻ്റെ പാചകം. നല്ല വൃത്തിയായിട്ട് കണ്ടോ കറി. തീയലാണേ. മുരിങ്ങയും ഉള്ളിയും കിഴങ്ങും കൊഞ്ചും ഇട്ട് വെച്ച തീയല. ഇത് മുരിങ്ങ തോരൻ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം. പിന്നെ എനിക്ക് മുരിങ്ങ തോരനും സാലഡും മതി എനിക്ക്. പിന്നെ എൻ്റെ തലയിൽ തേക്കാൻ പേരയില, ഉലുവ, കരിയാപ്പില ഇല, ചെമ്പരത്തി ഇല അരച്ച് വെച്ചേക്കുക. തലയിൽ തേച്ച് കുളിക്കണം. ഇതാണ് എൻ്റെ അടുക്കള വൃത്തിയാക്കി. പക്ഷേ തൂത്തൊന്നും ഞാൻ വാരുന്നില്ല. ഞങ്ങളുടെ ചേട്ടത്തിയുടെ മോള് വന്ന് തൂത്ത് വാരിത്തരും. എൻ്റെ അടുക്കള ചോറ് ഉമ്മ വെച്ചേക്കുക. അതിന് അപ്പുറത്തെ താത്ത വരുമ്പോൾ ഊറ്റിത്തരും. കണ്ടല്ലോ, അടുക്കള വൃത്തിയാക്കി. ശരിയെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. ആരും എനിക്ക് ചുമ മാറുന്നില്ല കേട്ടോ.
ചുമ അങ്ങ് നിൽക്കുകയാണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എനിക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ഞങ്ങളിവിടുത്തെ വെള്ളം കുടിക്കത്തില്ല, കിണറ്റിലെ വെള്ളം കേട്ടോ. വെള്ളം മേടിക്കുന്നതാണ് കുടിക്കാൻ. ചോറ് മാത്രം വെക്കത്തേ ഉള്ളൂ. ബാക്കി പാചകത്തിനൊക്കെ ഈ വെള്ളം തന്നെ എടുക്കുന്ന. ശരിയെങ്കിൽ